പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3216 എന്ന പ്രിന്ററിലെ ID കാർഡ്, ലൈസൻസ്, ആധാർ കാർഡ് പോലത്തത് എങ്ങനെ കോപ്പി എടുക്കാൻ, രണ്ട് സൈഡും എങ്ങനെ കോപ്പി എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ മോഡൽ പ്രിൻ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് പോലത്തതെല്ലാം രണ്ട് സൈഡും ഒറ്റ പേജിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത്, ഞാനിപ്പോൾ ഒരു സാമ്പിളിന് എൻ്റെ കയ്യിലുള്ളൊരു ID കാർഡ് ഉണ്ട്. ജസ്റ്റ് ഞാൻ സാമ്പിളിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ID കാർഡ് എടുത്തിട്ട് നമ്മൾ സ്കാനർ ഡോർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു സിംഗിൾ ഷീറ്റ് പേപ്പർ മാത്രമേ നമ്മൾ ട്രയൽ വെക്കാൻ പാടുള്ളൂ, കൂടുതൽ വെക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഗുഡ് പേപ്പർ തന്നെ വെക്കണം. അപ്പോൾ ഞാനിവിടെ സിംഗിൾ ഷീറ്റ് A4 വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്കാനർ ഡോർ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോർണറിലേക്കാണ് നമുക്ക് ആദ്യം പ്രിൻറ്റ് ചെയ്ത് വരേണ്ട ഭാഗം വെക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ്, നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് വെക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഇത് രണ്ട് ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്ന ബട്ടണാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ്, ബ്ലൂ കളറിലുള്ളത് കളർ ഫോട്ടോസ്റ്റാറ്റാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റിൻ്റെ ആ ബ്ലാക്ക് ബട്ടണാണ് പ്രസ് ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അതിന് ശേഷം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്രിൻറ്റ് ചെയ്ത പേപ്പർ അതേപോലെ അവിടെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിന്നതിന് ശേഷം, പ്രിൻറ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ അതേപോലെ ആ പേപ്പർ ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വീണ്ടും നമ്മൾ ആ ട്രേയിലേക്ക് തന്നെ വെക്കുന്നു. കറക്റ്റായിട്ട് വെക്കണം, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോൾ സ്കാൻ ചെയ്തത്, അതല്ലെങ്കിൽ ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ മാത്രമല്ല, ഇവിടെ ഒരു A4 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് വരാത്ത രീതിയിലും നമ്മൾ കറക്റ്റായിട്ട് ബാക്ക് സൈഡ് അടുത്ത സൈഡ് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡാണ് എടുത്തത്, പിന്നെ നമ്മൾ ആ ഡോക്യുമെൻ്റ് ബാക്ക് സൈഡാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബട്ടൺ, കളറാണെങ്കിൽ കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഏതാണോ വേണ്ടത് ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, സ്കാനിങ് നടന്നാണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം, കളർ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു സ്ലോ ഉണ്ടാവും. യെസ്, അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും ഒറ്റ പേജിൽ തന്നെ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ തന്നെ പേപ്പറിന് ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. ബെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ പേപ്പർ ജാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. യെസ്, കണ്ടില്ലേ? നമ്മൾ സിംഗിൾ ഷീറ്റ് പേപ്പറിൽ തന്നെ നമുക്ക് രണ്ട് സൈഡും പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.